നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് 21:7. ജയിക്കുന്നതിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ജയിക്കുന്നവന് ദൈവം എന്താണ് നൽകുന്നതെന്ന് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ജയിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. ഈ ലോകത്തെക്കുറിച്ചല്ല, ദൈവം വരുന്നതിനെക്കുറിച്ചും പിന്നീടുള്ള കാലത്തെക്കുറിച്ചുമാണ്. ജയിക്കുന്നതിന് ദൈവം എന്താണ് നൽകുന്നതെന്നും അവിടെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വചന സമീക്ഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ജയവും തോൽവിയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും ജയമായിരിക്കും ലഭിക്കുന്നതെങ്കിൽ ചില അവസരങ്ങളിൽ തോൽവികളായിരിക്കും. പക്ഷേ ജയിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം നേരിടണം, ഈ രീതിയിൽ തന്നെ ജയിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു ജയം നേടിയ ഒരു കുഞ്ഞു പൈതലിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു ഗ്രാമത്തിൽ അവിടുത്തെ വലിയൊരു ഉത്സവം നടക്കുകയാണ്. അതുമായി സംബന്ധിച്ച് ഒരുപാട് മത്സരങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരുപാട് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ മത്സരത്തിൽ ജയിക്കണം എന്ന ഒറ്റ ഉറപ്പിൽ, ഒറ്റ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. തനിക്ക് ജയിക്കണം എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ ചിന്ത. അങ്ങനെ എല്ലാവരും എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, താങ്ക് യു. എന്റെ പേര് ജിഷ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? പേര് ജിഷ. ജിഷ. ഓക്കെ. പത്തനംതിട്ടയിൽ ആണല്ലേ? അതെ, പത്തനംതിട്ട. ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടില് പപ്പ, അമ്മ, ബ്രദർ, ദെൻ ഗ്രാൻഡ് മദർ. ഓക്കെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? പപ്പ ഞാൻ ഡ്രൈവറാണ്. ഓക്കെ. അമ്മ ഹോം മേക്കർ. ദെൻ മൈ ബ്രദർ ഹീസ് ഹോം. ഓക്കെ. പിന്നെ ഗ്രാൻഡ് മദർ നോട്ട് ഡൂയിങ് എനിത്തിങ് നൗ. ഓക്കെ. അപ്പം നമുക്കിന്ന് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. തീർച്ചയായും. ഓക്കെ. ചേച്ചി എന്ത് ചെയ്യുക? ഞാൻ ലാംഗ്വേജ് ട്രെയിനറാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ശലോമോന് വേണ്ടി ശിമെയുടെ ശിക്ഷ നടപ്പാക്കിയത് ആരാണ്? ബെനായ. അത് കറക്റ്റാണ്, ബെനായാവ്. ഓക്കെ. അപ്പോൾ ചേച്ചി പാട്ട് പാടാറുണ്ടോ? ഇല്ല, പാട്ട് പാടാറില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തീർച്ചയായിട്ടും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ശലോമോന്റെ എല്ലാ തീരുമാനങ്ങൾക്കും അവസാന ഫലം എന്തായിരുന്നു? രാജ്യം സുസ്ഥിരമായി കയ്യിൽ ലഭിച്ചു. അതെ, കറക്റ്റാണ്. രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. ഓക്കെ. അപ്പോൾ നമ്മുടെ ബൈബിളില് ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എടുത്താലും അവിടെ എല്ലാം ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയല്ലേ? അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി രണ്ടുപേരുണ്ട്. അത് പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവാണ്. ആരൊക്കെയാ? അതായത് ഈശോയുടെ അമ്മ മാതാവും പിതാവും. അതെന്താ അവർ രണ്ടുപേരും ഇഷ്ടപ്പെടാനുള്ള കാരണം? അതായത് ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് പരിശുദ്ധ അമ്മ വെറും ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നിട്ടും ദൈവത്തിന്റെ പദ്ധതി അത് പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്നിട്ട് അതിനോട് യെസ് പറയുക. ആ യെസ് ആണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു ജോയിക്ക് കാരണമായി നിൽക്കുന്നത്. പിന്നെ ശരിക്കും നമ്മൾ യോസേഫ് പിതാവിനെ ഇപ്പം ഈശോയുടെ പിതാവിനൊക്കെ അഡ്രസ് ചെയ്യുന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു ജോലി, ഒരു ടാസ്ക് ആണ് ആൾ ഏറ്റെടുത്ത് ചെയ്തത്. അതെ. അപ്പോ അവർ രണ്ടുപേരും they deserve a lot of praise. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടാണല്ലേ? അതെ അതുകൊണ്ടാണ്.
ഓക്കെ. അത്ര ഹ്യൂമൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെ, അതങ്ങനെ തന്നെയാണ്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അതിനെ പറ്റി പറയാൻ പറ്റുമല്ലോ. ആ ഓക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഷുവർ ഷുവർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിവാഹത്തിൽ കൂടി ശലോമോൻ ബന്ധം സ്ഥാപിച്ചത് ആരുമായിട്ടാണ്? ബന്ധുത്വം സ്ഥാപിച്ചത് ഈജിപ്തിലെ രാജാവായ ഫറവോയുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തത്. അതെ, മിസ്രൈം രാജാവുമായി. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് താങ്ക് യു. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ബൈബിളിൽ നമ്മുടെ യേശു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട യേശു ചെയ്ത ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് പറയാമോ? യേശു ചെയ്ത അത്ഭുതം, എല്ലാ അത്ഭുതത്തിനും ഇഷ്ടമാണ്. പിന്നെ പെട്ടെന്ന് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് പറഞ്ഞാൽ മതിയോ? അതെ അതെ, ഇത് പറഞ്ഞാൽ മതി. അതായത് ഈശോ ലാസറിനെ ഉയർപ്പിച്ചത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, എന്താന്ന് വെച്ചാ ലാസർ വയ്യാതെ കിടപ്പാണെന്നൊക്കെ ഈശോ അറിഞ്ഞിട്ടും ഹി വെയിറ്റഡ്, ഒന്നും ചെയ്തില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ അതിന് റെസ്പോണ്ട് ചെയ്തത്. അതെ, അപ്പൊ ഈശോ അവിടെ ഈശോ അവിടെ കണ്ണുനീർ പൊഴിച്ചു. ഭയങ്കര ഒരു മനുഷ്യന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ലാസറിനെ ഈശോ എന്തോരം സ്നേഹിച്ചു എന്നൊക്കെ അതില് ആ ഒരു ഇൻസിഡന്റ് കണ്ടപ്പം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പറ്റി എനിക്ക് അങ്ങനെ അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാ അത്ഭുതവും ഇഷ്ടമാണ്. ഇതാണ് എനിക്കിപ്പോ ഓർമ്മ വന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഓക്കെ, അവസാന ചോദ്യം. എങ്ങനെയാണ് ശലോമോൻ മിസ്രൈം രാജാവുമായി ബന്ധം സ്ഥാപിച്ചത്? എങ്ങനെയാണ് ശലോമോൻ മിസ്രൈം രാജാവുമായി ബന്ധം സ്ഥാപിച്ചത്? ഏത് രീതിയിലാണ്? മിസ്രൈം എന്ന് പറയുമ്പോൾ ഈജിപ്ത് എന്നാണ്. അതെ അതെ, ഈജിപ്ത്. അതെ തന്നെ, ഈജിപ്തിലെ രാജാവുമായി ഫറവോനുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം സ്ഥാപിച്ചത്? അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തത് വഴിയാണ്. അതെ അതെ, കറക്റ്റ് ആണ്. ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, എന്തായാലും എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഷുവർ, ഇനിയും വിളിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ബൈ. ഇപ്പോൾ ജിഷയാണ് ഇപ്പോൾ വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ബൈബിളിലെ ലാസറിനെ പറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നല്ലൊരു കോൾ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗ്രാമത്തിൽ വളരെ വലിയൊരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവവുമായി ബന്ധപ്പെട്ട ഉത്സവം മാത്രമല്ല, ആ ഗ്രാമത്തിലെ എല്ലാവരും അവിടെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഒരുപാട് മത്സരങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളും റെഡിയായി നിൽക്കുകയാണ്. ഒരുപാട് പരിപാടികളുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കണമെന്നാണ് എല്ലാവരുടെയും ചിന്ത. അപ്പോൾ എല്ലാവരും, ഒട്ടുമിക്ക പേരും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ വളരെയധികം സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എല്ലാ കായിക ഇനങ്ങളിലായാലും അല്ലാത്ത എഴുത്ത് മത്സരങ്ങളിലായാലും എല്ലാത്തിലും അവൻ വളരെയധികം ഉത്സാഹിയായിട്ട് നിൽക്കുകയാണ്. വർഷങ്ങളായി ആ ഗ്രാമത്തിൽ നടക്കുന്ന ഈ ഉത്സവങ്ങളിലൊക്കെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നതും ഈ കുട്ടിക്ക് തന്നെയാണ്. അങ്ങനെ ഇത്തവണയും അവൻ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവന് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അവൻ്റെ കൂടെ ഓരോ പ്രോഗ്രാമിനും അവൻ പങ്കെടുക്കുമ്പോൾ അത്രയും ഒരു സപ്പോർട്ട് അവൻ എല്ലാവരും നൽകുന്നുണ്ട്, മറ്റു കുട്ടികളെ പോലെ തന്നെ. ഇവന് ഇത്രത്തോളം കഴിവും കൂടി ഉള്ളത് കൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവന് വളരെയധികം സന്തോഷമായി. എഴുത്തു പരീക്ഷകളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ, താൻ ചിന്തിച്ച, തനിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് താൻ ഉറപ്പിച്ച എല്ലാ പ്രോഗ്രാമിനും അവന് ഫസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. അവിടെ കൂടെ നിന്നിരുന്ന എല്ലാവരും അവനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അടുത്ത കായിക ഇനമാണ്. കായിക ഇനത്തിൽ ഇവൻ നന്നായിട്ട് പങ്കെടുക്കുന്നുണ്ട്.
ആ ഗ്രാമത്തിലുള്ള വളരെ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ വിഷമം ഉണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരാൾ മാത്രം തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വേറെ ആരുമല്ല, തൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള, തൻ്റെ വീട്ടിൽ തന്നെയുള്ള തൻ്റെ മുത്തശ്ശനാണ്. അത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും താൻ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തൻ്റെ മുത്തശ്ശൻ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതോർത്ത് ഈ മകൻ്റെ മനസ്സിൽ വളരെയധികം ദുഃഖമാണ്. കാരണം എന്തുകൊണ്ടാണ് എൻ്റെ മുത്തശ്ശൻ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? മുത്തശ്ശൻ നല്ലതുപോലെ നീ പങ്കെടുത്താൽ നിനക്ക് എന്തായാലും വിജയം ഉറപ്പാണ്, നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ മുത്തശ്ശൻ പറയാൻ വേണ്ടി അവന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ മുത്തശ്ശൻ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ടിറ്റോ. ടിറ്റോ എവിടെന്നാ വിളിക്കുന്നത്? നെടുമങ്ങാട്. ഓക്കെ. ടിറ്റോയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മ, അച്ഛൻ, അനിയത്തി, ഞാൻ, പിന്നെ അമ്മ. ഓക്കെ. അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നു? അമ്മയും അച്ഛനും അച്ഛൻ പാസ്റ്ററാണ്. ഓക്കെ. അമ്മ ജോലിക്കാണ്. ഓക്കെ. അനുജത്തിയോ? അനിയത്തി പഠിക്കുന്നു. ഏത് ക്ലാസ്സിലാ? 3. ഓക്കെ. അനിയത്തിയുടെ പേരെന്താ? നീയ. ഓക്കെ. ടിറ്റോ എന്ത് ചെയ്യുന്നു? ഞാനും പഠിക്കുന്നു. ഏത് ക്ലാസ്സിൽ? 9th. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദ് അറിയാതെ യോവാബ് വെട്ടിക്കൊന്ന അവനേക്കാൾ നീതിയും സദ്ഗുണവുമുള്ള 2 പുരുഷന്മാർ ആരെല്ലാമായിരുന്നു? അബ്നേർ, അമാസ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. ടിറ്റു പാട്ട് പാടാറുണ്ടോ? ഇല്ല. പാട്ട് പാടില്ലേ? ഇല്ല. ആണോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. യോവാബിനെ അടക്കം ചെയ്തത് എവിടെയാണ്? മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ. അതെ, കറക്റ്റാണ്. മരുഭൂമിയിലെ അവൻ്റെ വീട്ടിൽ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. യോവാബിന് പകരം ശലോമോൻ ആരെയാണ് സൈന്യാധിപനാക്കിയത്? യഹോയാദയുടെ മകനായ ബെനായാവിനെ. അതെ, കറക്റ്റാണ്. യഹോയാദയുടെ മകനായ ബെനായാവിനെ. കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ടിറ്റോയ്ക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാക്യം പറയാമോ? എന്താ കറക്റ്റായിട്ട് കേട്ടില്ലായിരുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, അവൻ നല്ലവനല്ല, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഓക്കെ, നല്ല വാക്യമാണ് കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അവസാന ചോദ്യം. അബ്യാഥാറിന് പകരം ആരെയാണ് ശലോമോൻ പുരോഹിതനാക്കിയത്? അതെ, കറക്റ്റാണ്. സാദോക് പുരോഹിതൻ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടിറ്റോ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെടുമങ്ങാട് നിന്നും ടിറ്റോ ആണ് ഇപ്പോൾ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു. ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞു. അപ്പോൾ നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവൻ വളരെയധികം ഉത്സാഹത്തോടെ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു വിഷമം ബാക്കിയുണ്ടെന്ന് മറ്റൊന്നുമല്ല, തൻ്റെ മുത്തശ്ശൻ എന്തുകൊണ്ടാണ് തന്നെ സപ്പോർട്ട് ചെയ്യാത്തത്, അതാണ്. പക്ഷേ എങ്കിലും അവൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അവൻ ഓരോ മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. അവസാനം ഓട്ടം മത്സരം എത്തുന്നുണ്ട്. അതിലവൻ ഈ മുത്തച്ഛൻ്റെ കാര്യം ഓർത്ത് വളരെയധികം വിഷമത്തിലാണ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. താൻ ജയിക്കുമോ ഇല്ലയോ എന്ന് വളരെയധികം സംശയമുണ്ട്. കാരണം അവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ മുത്തച്ഛൻ അവിടെ നിന്ന് ജസ്റ്റ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക
മാത്രമാണ് ചെയ്യുന്നത്. താൻ ജയിക്കുമോ, നീ ജയിക്കുമെന്ന് പോലും മുത്തച്ഛൻ പറയുന്നില്ല. ഒരു സപ്പോർട്ടും മുത്തച്ഛൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. ഇവൻ വീണ്ടും ഓട്ട മത്സരത്തിനുള്ള സമയമായി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ട്രാക്കിലേക്ക് കയറി ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ ഇവൻ വീണ്ടും മുത്തശ്ശൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. ആ സൈഡിൽ തന്നെ മുത്തശ്ശൻ നിൽപ്പുണ്ട്. ഇവൻ ഒന്നും കൂടെ നോക്കിയിട്ട് അവൻ മത്സരത്തിലേക്ക് പങ്കെടുത്തു, സ്റ്റാർട്ടായി. പക്ഷെ ഇവനെ കൊണ്ട് വളരെയധികം ഓടാൻ കഴിയുന്നില്ല. തൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരുപാട് പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെ വേഗത്തിൽ ഓടാൻ പറയുന്നുണ്ട്. പക്ഷെ തന്നെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല. തൻ്റെ മുത്തച്ഛൻ എന്തുകൊണ്ടാണ് തന്നെ സപ്പോർട്ട് ചെയ്തത്, ഇത് മാത്രമാണ് മനസ്സിൽ. പകുതി ദൂരം എത്തിയപ്പോൾ അവന് വീണ്ടും ഇതൊക്കെ മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ട് തനിക്ക് ജയിക്കണം എന്ന് മാത്രം, മുത്തശ്ശനെ കുറിച്ചുള്ള ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് തനിക്ക് ജയിക്കണം എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചു ഉറപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വളരെ വേഗത്തിൽ ഓടി ആ ഫിനിഷിംഗ് പോയിന്റിലെത്തി അവൻ തന്നെ ഒന്നാമത് എത്തുകയും ചെയ്തു. എല്ലാ മത്സരങ്ങളും കഴിഞ്ഞു, ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞു. പക്ഷേ എല്ലാ കൊല്ലത്തെ പോലെ ആ വർഷവും അവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾക്ക് ജയിച്ചത്. അവന് വളരെയധികം സന്തോഷമായി. എല്ലാവരും അവനെ ഒരുപാട് നല്ല വാക്കുകൾ എല്ലാവരും പറഞ്ഞു, ഒരുപാട് പ്രൈസ് കിട്ടി. അവന് സന്തോഷമായി. എല്ലാം കഴിഞ്ഞ് അവൻ തിരികെ വീട്ടിലെത്തി. അന്ന് വീട്ടിലെത്തിയിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. അവൻ നേരെ മുത്തശ്ശൻ്റെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, മുത്തശ്ശ, ഇന്ന് നടന്ന മത്സരത്തിൽ എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇത്രയും കാലമായിട്ട് ഞാൻ മുത്തശ്ശനോട് ചോദിച്ചിട്ടില്ല, മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതെന്ന്. അപ്പോൾ മുത്തശ്ശനൊരു കാര്യം പറയും. നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജിജി ലൂക്കോസ്. ആൻറ്റി എവിടുന്നാ വിളിക്കുന്നത്? കൊല്ലം ജില്ലയിൽ നിന്ന്. കൊല്ലം. ഓക്കെ. ആൻറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ പേര് ഹസ്ബൻഡ്, 2 മക്കള്. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുവാ? വർക്ക്ഷോപ്പ് ജോലിയാ. ഓക്കെ. മക്കളോ? മക്കൾ ഒരാള് ഡ്രൈവറായിട്ട് ജോലി പോകുന്നു, ഒരാള് പഠിക്കുന്നു എറണാകുളത്ത്. ഓക്കെ ഓക്കെ ആൻറ്റി. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യോവാബ് യഹോവയുടെ കൂടാരത്തിൽ യാഗപീഠത്തിന്റെ കൊമ്പുകൾ പിടിച്ചു നിൽക്കുന്നു എന്നറിഞ്ഞ് ശലോമോൻ ആരെയാണ് അയച്ചത്? ബെനയാവിനെ. അതെ, കറക്റ്റാണ്, ബെനയാവിനെ. ഓക്കെ ആൻറ്റി, ഫസ്റ്റ് ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബെനയാവിനെ ശലോമോൻ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? യോബാവിനെ കൊന്നുകളയാനായിട്ട്. അതെ, കറക്റ്റാണ്, യോബാവിനെ വെട്ടിക്കളയുക. ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ. അതിന്റെ പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടും. എന്നാൽ ഒരു 4 വരി പാടാമോ? അടവി തരുക്കെളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, അടവി തരുക്കെളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, വിശുദ്ധനാടുകൾ കാണുന്നേ അതിശേഷനമേശുവിനെ, വിശുദ്ധനാടുകൾ കാണുന്നേ അതിശേഷനമേശുവിനെ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ആൻറ്റി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കൂടാരത്തിന് പുറത്തു വരുവാൻ നിർബന്ധിച്ച ബെനയാവിനോട് എന്തുത്തരമാണ് യോവാബ് പറഞ്ഞത്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ വരില്ല, ഇവിടെ തന്നെ കിടന്ന് മരിക്കുമെന്ന്. അതെ, ആൻസർ കറക്റ്റാണ്, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന്. ഓക്കെ, ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, നമ്മുടെ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ?
ഞാൻ മുന്നേ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹന്ന തന്നെയാണ്. ഓക്കെ, അതെന്താ ഹന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അത് എന്റെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. മുന്നേ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഹന്നയെ ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ, നമുക്ക് ഞാൻ അവസാനം ഹന്നയെ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് എന്റെ മോനെ എനിക്ക് കിട്ടുന്നത് തന്നെ. ആണോ? അതെ, ഞാൻ 3 വർഷക്കാലം നീ കുഞ്ഞുങ്ങളിലായിരുന്നു. അപ്പോഴ് ഞാൻ ഹന്നയെ പോലെ തന്നെ കരഞ്ഞു. ആദ്യം അന്നാണ് എനിക്ക് ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാനൊക്കെയും സാധിച്ചത്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യഹോവയുടെ കൂടാരത്തിൽ വെച്ച് തന്നെ യോവാബിനെ കൊല്ലുവാൻ ബെനയ്യാവ് നിർബന്ധിതനായത് എന്തുകൊണ്ടാണ്? വരില്ല എന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹലോ, രാജാവ് വീണ്ടും പറഞ്ഞതുകൊണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. യഹോവയുടെ കൂടാരത്തിൽ വെച്ച് തന്നെ യോവാബിനെ കൊല്ലുവാൻ ബെനയ്യാവ് നിർബന്ധിതനായത് എന്തുകൊണ്ടാണ്? യോവാബ് കൂടാരത്തിൽ നിന്ന് പുറത്ത് വന്നായിരുന്നോ? യോവാബ് കൂടാരത്തിന് പുറത്ത് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അതെ, ഓക്കെ. അപ്പൊ ആൻസർ ഇതാണ്. അവൻ കൂടാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ കൂട്ടാക്കി. അപ്പൊ അതുകൊണ്ടാണ് ബെനയ്യാവ് കൂടാരത്തിൽ വെച്ച് തന്നെ യോവാബിനെ കൊന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ശരി ശരി, ഓക്കെ, താങ്ക് യു. കൊല്ലത്ത് നിന്നും ജിജി ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് എന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടി മുത്തശ്ശൻ്റെ അടുക്കലെത്തി. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങയുടെ മുത്തശ്ശനിൽ നിന്നും ഒരു സപ്പോർട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല, എന്താ മുത്തശ്ശൻ എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തത്? എനിക്കത് വളരെയധികം എനിക്ക് ദുഃഖവും വിഷമമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയും, വേറൊന്നും കൊണ്ടല്ല, അവിടെ നിന്ന് എല്ലാവരും നിന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുതന്നെ നിനക്കൊരു ആത്മവിശ്വാസം അധികമായിട്ട് നീ ജയിക്കുമെന്നൊരു ഉറപ്പ് നിനക്ക് മനസ്സിലുണ്ട്. ഇനി ഞാൻ കൂടി അങ്ങനെ ഒരു ഉറപ്പ് നൽകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നീ ജയിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുമാത്രമല്ല, നിൻ്റെ ജീവിതത്തിലും എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിനക്ക് ഒരു പ്രതികൂലം വരുമ്പോൾ കൂടെ നിൽക്കാനും ആരും കാണണമെന്നില്ല. എൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയായിരിക്കും. എപ്പോഴും ഒറ്റയ്ക്ക് എനിക്ക് എന്തും ചെയ്യാൻ കഴിയും, എനിക്കത് നേടാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഒറ്റയ്ക്ക് നീ മുന്നോട്ട് പോവുക. ആരുടെയും സപ്പോർട്ട് ഒരിക്കലും കൂടെ കരുതരുത്. എന്തും ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു തോൽവി വന്നാലും നീ അതിനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ വേണം ജീവിക്കാനെന്ന് മുത്തശ്ശൻ ഈ മകനോട് പറയും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും. ഒരിക്കലും നമ്മൾ ആരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും, ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ കാണും എന്നൊരു ചിന്തയിൽ നമ്മൾ ഒരിക്കലും ആയിരിക്കില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ തോൽവിയായാലും വിജയമായാലും നമ്മളത് ഒരുപോലെ തന്നെ സ്വീകരിക്കും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.